ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനെ തൻ്റെ തെറ്റുകളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺമക്കൾ തന്നെയാണ് വീടിൻ്റെ ഐശ്വര്യം, ആൺമക്കളെ പൊട്ടയാണ്, ആൺമക്കളെ ഒരിക്കലും അച്ഛനമ്മമാരെ നോക്കില്ല എന്നൊക്കെയാണ് ഇപ്പം പ്രകാശൻ ധരിച്ചിട്ടുള്ളത്. എന്തായാലും തൻ്റെ വളർത്തുദോഷം കൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയത് എന്ന് അമ്മൂമ്മയും അതുപോലെ തന്നെ ബാലനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ തന്നെയാണ് നിന്റെ മകനെ ഇങ്ങനെയൊക്കെ ആക്കിയത്. മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകുന്നത് അത് കുറേയൊക്കെ അച്ഛനമ്മമാരുടെ ദോഷം കൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രകാശൻ കല്യാണിയെയും കാർത്തികയെയും കാദംബരിയെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് അമ്പലത്തിലെ അന്നദാനവും അതുപോലെ തന്നെ പല ഹോട്ടലുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഭക്ഷണമൊക്കെയാണ് കഴിച്ച് അതുപോലെ തന്നെ തെണ്ടി തിരിഞ്ഞ് നടന്നു ഈ അമ്പലത്തിൽ അവിടെ ഭിക്ഷയ്ക്ക് യാചിച്ച് അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക്, അതായത് നമ്മുടെ കാദംബരിയുടെയും കല്യാണിയുടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമ്മാന പൊതികളുമായിട്ടൊക്കെയാണ് അവനിങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആദ്യം കാദംബരിയുടെ കുഞ്ഞിനെ പാവൊക്കെ വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് കാദംബരി പെരുമാറിയത്. പിന്നെ കല്യാണിയുടെ കുഞ്ഞിനെ കുഞ്ഞുടുപ്പൊക്കെ വാങ്ങി കൊണ്ടു കൊടുക്കുകയാണ്. എന്തായാലും കല്യാണി അതൊക്കെ വാങ്ങിയിട്ട് നേരെ കത്തിക്കുകയാണ്. ഒരു ദയയും അയാൾക്ക് കൊടുക്കുന്നില്ല. അയാൾ ഇപ്പോഴും അഭിനയിച്ച് നടക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ കരടാവാൻ ഒരു അപകടങ്ങൾ വരുത്തി വെക്കാനാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഇടയ്ക്കിടയ്ക്ക് നെഞ്ച് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല മരുന്നുകളും നിർത്തിയിരിക്കുകയാണ്. ഒരു മരുന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. ഷുഗർ, പ്രഷർ, അതുപോലെ അറ്റാക്കിൻ്റെയൊക്കെ ഗുളികയൊക്കെ കഴിച്ചിരുന്നല്ലോ. സ്ഥിരം കഴിക്കേണ്ട ഗുളികളൊന്നും തന്നെ കഴിക്കുന്നില്ല. പലപ്പോഴായിട്ടും നെഞ്ച് വേദനിക്കുകയും അവൻ ആ വേദന സഹിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ രാജപ്പൻ്റെ തലയ്ക്കടിച്ച വിക്രം ജയിലിലാണല്ലോ പോയിട്ടുള്ളത്. അങ്ങനെ രാജപ്പൻ്റെ തലയ്ക്കടിച്ച് രാജപ്പനിപ്പോൾ ഭ്രാന്തായിട്ട് നടക്കുകയാണല്ലോ. ചെവിയിൽ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ആർക്ക് എന്ത് പണം കൊടുക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശനെയും മകനെയും പോലും തിരിച്ചറിയാം. അവർ തൻ്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിയാതെ അവർ മിത്രങ്ങളാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മുടെ രാജപ്പൻ നടക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ രാജപ്പന് ബോധം തെളിയുകയാണ്. തൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇവർ. അതുപോലെ തന്നെ അവൻ്റെ ആ ഭ്രാന്തൊക്കെ മാറുമ്പോൾ പ്രകാശനെ വഴിയരികിൽ വെച്ച് കിട്ടുകയാണ്. പ്രകാശനെ നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് രാജപ്പനും രാജപ്പൻ്റെ ഗുണ്ടകളും ചേർന്ന്. എൻ്റെ പൈസ ഇങ്ങോട്ട് താടാ, എത്ര ലക്ഷാടാ നീ എന്നെ പറ്റിച്ച് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. നിന്റെ മകൻ എവിടെയാടാ, നിന്റെ മകൻ ജയിലിൽ പോയോ, അവനെ ഞാൻ എൻ്റെ കൈ കിട്ടിയ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഇവനെ തല്ലുകയാണ്. ഈ തല്ലുന്ന കാഴ്ചയൊക്കെ കല്യാണിയും കിരണും കാണുകയാണ്. എന്തായാലും കല്യാണി അവനെ തിരിഞ്ഞു നോക്കുന്നില്ല, പ്രകാശനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് അടി കൊള്ളട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരിക്കൽ ഈ രാജപ്പൻ്റെ കടം വീട്ടിയത് കല്യാണിയാണ്. എന്നിട്ടും അയാൾ നന്നായില്ലല്ലോ. വീണ്ടും കല്യാണിയൊക്കെ കുത്തി നോവിക്കാനല്ലേ നോക്കിയത്. അതുകൊണ്ട് അവൾ ഒരു ദയയും കൂടാതെ അവിടെ നിന്നും നോക്ക് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശൻ കല്യാണി തന്നെ ഒന്നും നോക്കാതെ തന്നെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താതെ പോകുന്ന കാഴ്ച കണ്ട് പ്രകാശനാണെങ്കിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്